ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരനോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ കാര്യം വിട്. അവൻ അടുത്തിടപഴകുന്നത് ഇവരുമായിട്ടൊക്കെ അല്ലേ. അവരോട് ആരോടും പറയാതെ ഇവനിത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? പോലീസിൽ പരാതിപ്പെടണോ? മാഡം അനീതിക്കെതിരെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ഈ മാഷിന്റെ ശിക്ഷ കൂടി ആവുമ്പോ അങ്ങനെയല്ലേ വരൂ. ഞാൻ ഇതിനു വേണ്ടി എന്റെ ചോര തന്നെ വീഴ്ത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നെ സഹായിക്കണം. ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടെന്നുള്ളൊരവസ്ഥയില. ഞങ്ങളെപ്പോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുകളിൽ നിന്നുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ തന്നെ. എന്തായാലും ആവേശം കെട്ടടങ്ങാതെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. മോളെ ശാലിനി, നീ ആദ്യമായിട്ടാ ഇതുപോലൊരു വലിയ മിഷൻ ഏറ്റെടുത്ത് പരാജയപ്പെടുന്നത്. അതുകൊണ്ടാ നീ പതറിപ്പോയതും നിനക്കിങ്ങനെ നിരാശ തോന്നിയതും. അതുകൊണ്ടാ കാഹളം പരാജയത്തിൽ നിന്ന് കരകയറി വന്നവനാ. പോലീസിന്റെ അടിയിലും ഇടിയിലും ജീവൻ നഷ്ടപ്പെടുത്താതെ അവസാന ശ്വാസവും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് നന്മ മാത്രം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവനാ ഇയാള്. മുതലാളിമാരുടെ ക്രൂരതകൾക്കെതിരെ നിരന്തരം സമരമുറകളുമായി പോയതിന് തല്ലിത്തകർത്ത് കൊല്ലാനായി കൊക്കയിൽ വരെ എറിഞ്ഞിട്ടുണ്ട് ഇയാളെ. ആയുസിന്റെ ബലത്തിലും സാധാരണക്കാരന്റെ പ്രാർത്ഥനയിലുമാ മോളുടെ മുന്നിൽ നിൽക്കുന്ന ഇയാൾക്ക് മോൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. അതെല്ലാം ഈ നാടിന്റെ നന്മയ്ക്കായിട്ടേ വരൂ. കുറുപ്പ് സാറേ, ഞാൻ ഭയന്ന് പിന്മാറിയതൊന്നുമല്ല. എനിക്ക് ചില പരിമിതികളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അർജുൻ എന്റെ റിലേറ്റീവാ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം, ഒന്ന് പോയി കണ്ടാ മതി. സ്റ്റേ മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അർജുനായിട്ട് നോക്കിക്കോളൂ. വളരെ ഉപകാരം മാഡം. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും വേണ്ടടോ. തനിക്ക് കിട്ടുന്ന ഈ നന്മയും പ്രാർത്ഥനയും എന്റെ ശിക്ഷയ്ക്ക് കൂടി കുറച്ച് പകുത്തു കൊടുത്താൽ മതി. പാടോ. അപ്പൊ ശരി. മോളെ, നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മളെ കാർന്നു തിന്നുന്ന തരത്തിലുള്ളതുമായിരിക്കാം. പക്ഷേ നിന്റെ ഈ പദവിക്കൊരു വിലയുണ്ട്. അതിന്റെ മഹത്വവും അതിന്റെ പവറും നീ എന്നും നിലനിർത്തണം. നിന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഒരിക്കലും അതിന് വിലങ്ങുതടിയാവരുത്. ഉദാഹരണത്തിന്, നമ്മുടെ മന്ത്രിമാരെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ടവൻ വന്ന് അവന്റെ ഭൂമി ജപ്തിക്കാര്യമോ മറ്റോ പറയുമ്പോ വീട്ടിലെ വഴക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് അവനോട് അവർക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഒരു ഔദ്യോഗിക പദവിയിൽ നീ ഇരിക്കുമ്പോ നിന്റെ ചിന്തകളും വാക്കുകളും അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നിന്റെ വഴി ഇതാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും കണ്ണീരിനും യാതൊരു പരിഗണനയും കൊടുക്കരുത്. മോള് മിടുക്കിയാണ്. നീ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽപ്പെട്ട് ഉലഞ്ഞു നിൽക്കേണ്ട ഒരാളല്ല. ഞാൻ പറയുന്നതിന്റെ പൊരുളെന്താണെന്ന് മോൾക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ കാഹളം കുമാരൻ ജനനന്മയ്ക്കായി ശബ്ദമുയർത്തുന്ന ഒരാളാണ്. ഇയാളുടെ ഈ വഴി നിനക്ക് എന്തുകൊണ്ടും ഗുണമേ നൽകൂ. രാഘവേട്ട അവനെ കാണുന്നില്ലല്ലോ. അന്വേഷിച്ചു പോയവരെയും കാണുന്നില്ല. ദേ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല.
തൽക്കാലം ഒന്ന് ക്ഷമിക്കേ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ വിഷ്ണു. എന്നാൽ ഇതൊരു പതിവില്ലാത്തതല്ലേ? എന്തായിടാ? എടാ എന്തായിന്ന്? എന്തെങ്കിലും വിവരം കിട്ടിയോ? വിഷ്ണു ബ്രോ, പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി നോക്കിയിട്ട് വരിക. അറിയാവുന്നവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു, പക്ഷേ ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല. ശോ, ഇങ്ങനെ മാറി നിൽക്കുന്ന സൂചന പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഇതെവിടെ പോയി? അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ കമലൻ. അവന് പോലും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തോ കാര്യമായ കാര്യത്തിന് തന്നെ വിഷ്ണു പോയേക്കുന്നേ. രാഘവേട്ട, അങ്ങനെ നമ്മൾ ആരും അറിയാത്ത എന്ത് കാര്യം അവനുള്ളത്? അവൻ അവന്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരനോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ കാര്യം വിട്. അവൻ അടുത്തിടപഴകുന്നത് ഇവരുമായിട്ടൊക്കെ അല്ലേ? അവരോട് ആരോടും പറയാതെ ഇവനിത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? പോലീസിൽ പരാതിപ്പെടണോ? അല്ല, വിഷ്ണു ബ്രോയ്ക്ക് ഒരുപാട് ശത്രുക്കളുള്ളല്ലേ, നമുക്ക് ആ വഴിക്കൊന്ന് തിരക്കി വെക്കുന്നത് നല്ലതല്ലേ? ചന്ദ്രബോസിന്റെ കയ്യിലേക്ക് നമ്മളെ തല്ലാനുള്ള വടി നമ്മൾ എടുത്തു കൊടുക്കണോ? പരാതി കൊടുക്കാമോ നിന്നെ പിടിച്ചാൽ രാത്രിടും. എന്നിട്ട് വിഷ്ണുവിടെ ഒളിപ്പിച്ചത് നിന്നോട് തന്നെ ചോദിക്കും. ആ എടാ, അങ്ങനെ സ്വയം ബലിയാടാൻ നിന്നു കൊടുക്കണോ? അല്ലാതെ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും രാഘവേട്ട? എന്റെ ഭാമേ, അങ്ങനെ ഒരാൾക്കും അത്ര പെട്ടെന്നൊന്നും കീഴടക്കി വെക്കാൻ വിഷ്ണുവിനെ കിട്ടത്തില്ല. ഇത് അവനെ മാത്രം സമ്മതിക്കുന്ന ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പോയതായിരിക്കുന്നേ. അതാരോടും പറയാതെ പോയത്. ആ അവനിങ്ങി വന്നോളും 2 ദിവസത്തിനകത്ത്, അല്ലെങ്കിൽ വിളിക്കെങ്കിലും ചെയ്യുമെന്ന്. അതിനപ്പുറത്തേക്കൊന്നും ഈ വീട്ടിൽ നിന്ന് നമ്മുടെ നിന്നൊക്കെ മാറി നിൽക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല. പപ്പിയുടെ ടീച്ചറാണല്ലോ വിളിക്കുന്നേ. ഇനി അതെന്താണാവോ? ഹലോ, രോഹിത് അല്ലേ, പത്മിനിയുടെ ഫാദർ? അതെ, രോഹിത്ത സംസാരിക്കുന്നേ. പത്മിനിയുടെ അച്ഛനാ. പത്മിനി ഓടിക്കളിക്കുന്നതിനിടയിൽ ഒന്ന് വീണു. കൈക്ക് നല്ല വേദന ഉണ്ടെന്നാ പറയുന്നേ. ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? വന്നിട്ട് ഡോക്ടറെ കാണിക്കാന്ന് വെച്ചിട്ടാ. ഞാൻ പെട്ടെന്ന് വരാം. ശരി. പപ്പി ഓടിക്കളിക്കുന്നിടെ ഒന്ന് വീണുന്ന്. അയ്യോ, കൈകുത്തി വീണതാണെന്ന് പറഞ്ഞു. നല്ല പെയിൻ ഉണ്ടെന്നാ പറഞ്ഞേ. മോള് കരയണ്ട, അച്ഛൻ ഇപ്പൊ ഉടനെ വരും. വേദന ഉണ്ടോ മോളെ? നല്ല വേദനയുണ്ട് ടീച്ചറെ. സാരല്ലോ കേട്ടോ, അച്ഛൻ വന്നോളും. അച്ഛനെ വിളിച്ചിട്ടുണ്ട്. സംസാര സമയങ്ങളാണ്ട, നീ പെട്ടെന്ന് കൂടെ ഇല്ലേ? സത്യമേ, ഞാൻ പോയിട്ട് വരാം.